നമുക്കൊരു ചെറിയൊരു ടോപ്പിക്ക് നോക്കാം. ബൈയിങ് റോൾസ് എന്നാണ്. ഏതൊക്കെ രീതിയിലാണ് കൺസ്യൂമേഴ്സ് ഒരു ബൈ ചെയ്യണ റോൾസ്, ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ വ്യത്യസ്തമായ രീതിയിലുള്ള റോൾസ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ റോൾസ് ആണെന്ന് നോക്കാം. ഇനീഷ്യേറ്റർ, അതായത് ദേ ആർ 5 ബൈയിങ് റോൾസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ഇനീഷ്യേറ്റർ, ഇൻഫ്ലുവൻസർ, ഡിസൈഡർ, യൂസർ ആൻഡ് ബയർ. ദ ഇനീഷ്യേറ്റർ എന്ന് വെച്ചാൽ ദ ഇനീഷ്യേറ്റർ ഈസ് ദ പേഴ്സൺ ഹു ഐഡൻറ്റിഫൈസ് ദാറ്റ് ദോൾ എക്സിറ്റ് എ നീഡ് ഓർ വാണ്ട്. അതായത് നമ്മളാണ് ഒരു വ്യക്തി ഇനീഷ്യേറ്റീവ് എടുക്കുകയും എനിക്ക് ഇന്നൊരു പ്രൊഡക്റ്റ് വേണം, എനിക്ക് ഇന്നൊരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ട്, അതാണ് ആ ഒരു വ്യക്തി, അതാണ് ഇനീഷ്യേറ്റർ എന്ന് പറയുന്നത്. അടുത്തതാണ് ദ ഇൻഫ്ലുവൻസർ. ഇറ്റ് ഈസ് ദ പേഴ്സൺ ഹു ഇൻഫ്ലുവൻസസ് എ പർച്ചേസ് ഡിസിഷൻ, ദ ആക്ച്വൽ പർച്ചേസ് ആക്ടിവിറ്റി ആൻഡ് ഓർ യൂസ് ഓഫ് ദ പ്രോഡക്റ്റ് ഓർ സർവീസസ്. അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറ്റൊരാളെ കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരാൾ വാങ്ങിയിട്ട് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കേണ്ടായിരിക്കാം. അതാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അടുത്താണ് ദ ഡിസൈഡർ. ഈസ് ദ പേഴ്സൺ ഹു ഡിസൈഡ്സ് വെദർ ടു ബൈ, വാട്ട് ടു ബൈ, വെൻ ടു ബൈ, ഫ്രം വേർ ടു ബൈ ആൻഡ് ഹൗ ടു ബൈ. അതായത് ഒരു പ്രൊഡക്റ്റ് എവിടെ നിന്ന് മേടിക്കണം, എപ്പോൾ മേടിക്കണം, എങ്ങനെ മേടിക്കണം, എന്തിനെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, അതായത് ഡിസൈഡർ, അങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന ഒരു ഡിസൈഡറിൻ്റെ റോളും കൂടെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ബയ്യർ. അടുത്ത ബൈയിങ് റോളാണ് ബയ്യർ എന്ന് പറയുന്നത്. ബയ്യർ ഈസ് ദ പേഴ്സൺ ഹു മേക്സ് ദ ആക്ച്വൽ പർച്ചേസ്. അതായത് ഒരു സാധനം ആക്ച്വലായിട്ട് വാങ്ങിച്ച വ്യക്തിയാണ് ബയ്യർ. അപ്പോൾ ഒരു ബയ്യർ റോളും കൂടെ വന്നു. ദെൻ ദ യൂസർ ഈസ് ദ പേഴ്സൺ. അടുത്തതാണ് ദ യൂസർ ഈസ് ദ പേഴ്സൺ ഹു യൂസസ് ദ പ്രോഡക്റ്റ് ഓർ സർവീസസ്. ആ ഒരു പ്രൊഡക്റ്റ് അവസാനമായിട്ട് യൂസ് ചെയ്യുന്ന വ്യക്തിയാണ് യൂസർ എന്ന് പറയുന്നത്. അതാണ് 5 ബൈയിങ് ടൈപ്സ് ആണ് വരുന്നത്. ഒന്ന് ഇനീഷ്യേറ്റർ, ഇൻഫ്ലുവൻസർ, ഡിസൈഡർ, അതുപോലെ തന്നെ ബയ്യർ ആൻഡ് യൂസർ. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, a child goes to kindergarten school. She comes back home and asks her parents to buy her a set of color pencil and crayons. അതായത് ഒരു കുട്ടി സ്കൂളിലേക്ക് പോയി വന്നതിന് ശേഷം അതിൻ്റെ പാരൻസിനോട് പറയണം എനിക്ക് കുറച്ച് ക്രയോൺസും കളർ പെൻസിൽസൊക്കെ വാങ്ങിത്തരണം എന്ന് പറയണം. അപ്പോൾ ഈ ഒരു ഇഷ്യൂവിനെ നമ്മൾ ഈ ബയ്യർ റോൾസ് വെച്ചിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഇനീഷ്യേറ്റർ എന്നുള്ള റോള് വരുന്നത് ചൈൽഡ് ഇൻ എ നഴ്സറി സ്കൂൾ. അതായത് ആ സ്കൂളിലേക്ക് പോകുന്ന നഴ്സറി സ്കൂളറാണ് ആ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, ആ ഒരു കാര്യം അവിടെ ആവശ്യപ്പെടുന്നത്. അതാണ് ഇനീഷ്യേറ്റർ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഇൻഫ്ലുവൻസർ, എ ഫെല്ലോ ക്ലാസ്മേറ്റ്. മേ ബി ആ കുട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അപ്പുറത്തിരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ ക്രയോൺസും പെൻസിൽസൊക്കെ ഉണ്ടായിരിക്കും. അതാണ് ഇൻഫ്ലുവൻസർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരാൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും ഏതൊരു കാര്യം മേടിക്കണം എന്നുണ്ടെങ്കിലും. മൂന്നാമത്തെ ബൈയിങ് റോളാണ് ഡിസൈഡർ, ദ ഫാദർ ഓർ ദ മദർ. ആ ഒരു പ്രൊഡക്റ്റ് ആ കുട്ടിക്ക് വാങ്ങിച്ച് കൊടുക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ അച്ഛനോ അമ്മയോ ആയിരിക്കും. അതാണ് ഒരു ബയ്യർ റോളിൽ ഡിസൈഡർ എന്ന് പറഞ്ഞത്. അടുത്തതാണ് ബയ്യർ, ദ ഫാദർ ഓർ ദ മദർ. അതായത് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുക, ആ കുട്ടിക്ക് എന്തായാലും ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റില്ല, അവരുടെ പാരൻസ് ആയിരിക്കും ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചെടുക്കുക. അത് മേ ബി അച്ഛനോ അമ്മയോ ആയിരിക്കും, അതാണ് ബയ്യർ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് യൂസർ. യൂസ് ചെയ്യുക ആ പ്രൊഡക്റ്റ് ആര് വാങ്ങിച്ചു കൊടുത്താലും ഉപയോഗിക്കുന്നത് ആ കുട്ടിയായിരിക്കും, അതാണ് യൂസർ. അതാണ് ഇപ്പോൾ 5 ബയ്യർ റോൾസ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അതായത് ഫസ്റ്റ് വൺ ഈസ് ഇനീഷ്യേറ്റർ, ഇൻഫ്ലുവൻസർ, ഡിസൈഡർ, ബയ്യർ ആൻഡ് യൂസർ. അങ്ങനെ 5 ബയ്യർ റോൾസിലൂടെയാണ് ഒരു കൺസ്യൂമർ, അതായത് നമ്മൾ സാധനം പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ മേ ബി ഇതുപോലെ എക്സാമ്പിളായിട്ട് ഒരു കുട്ടി ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ ചെയ്ത് കൊടുക്കുന്നതാണ്. മേ ബി ഇപ്പോൾ എനിക്കൊരു സാധനം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ വാങ്ങിക്കുക, അപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും മേ ബി എൻ്റെ യൂസർ. അപ്പോൾ എല്ലാ റോൾസും ആക്സെപ്റ്റ് ചെയ്യുക ഞാൻ തന്നെ ആയിരിക്കും. ആ പ്രൊഡക്റ്റ് മേ ബി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തി മാത്രം ചിലപ്പോൾ മാറിയിരിക്കാം. വേറൊരു ആളയിൽ നിന്ന് വാങ്ങിയിട്ടാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് കണ്ടിട്ടാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് വെച്ചാൽ മേ ബി ഇൻഫ്ലുവൻസർ മാത്രം മാറിയിരിക്കാം, ബാക്കിയുള്ള എല്ലാ റോളും നമ്മൾ സ്വയം മേടിക്കുമ്പോൾ മാറാം. അതാണ് 5 ബയ്യർ റോൾസ്. ഓക്കെ, ഇതൊരു ചെറിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, അടുത്ത ടോപ്പിക്കായിട്ട് പിന്നെ വരാം. ഓക്കെ, താങ്ക് യു.